മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളുടെ വീട്ടിൽ ഇ ഡി പരിശോധന. എ പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, എൻ വാസു, മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരുടെ വീടുകളിലുമാണ് റെയ്ഡ്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ ഇ ഡി പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. പ്രതികളുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. അതേസമയം ശബരിമല സന്നിധാനത്ത് ഇന്ന് SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? വ്യാപകമായ തരത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കോഴിക്കോട്, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇ ഡിയുടെ സംഘം 21 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി CRPFന്റെ അർദ്ധസൈനിക വിഭാഗവുമുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ ഉള്ള പരിശോധനയിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ സ്വർണ്ണ കൊള്ള മാത്രമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ വലിയ തരത്തിൽ ചർച്ചയായിരുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും അതുപോലെ തന്നെ കട്ടളപ്പാളി വിവാദവുമല്ല, അതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക ഇടപാടുകൾ വരെ പരിശോധിക്കാനാണ് ഇപ്പോൾ ഇ ഡി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലായിടങ്ങളിലും ഒരേ സമയം തന്നെ പരിശോധനയ്ക്കായി ഇ ഡി തിരഞ്ഞെടുത്തത്. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൊളിമാത്ത് കിളിമാനൂരുള്ള വീട്ടിൽ ആളുകളില്ലായിരുന്നു. അവരുടെ ബന്ധുക്കളെത്തി വീട് തുറന്നു നൽകി. തിരുവനന്തപുരത്ത് തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിൻ്റെ വീട്ടിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. അതുപോലെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെ തുടങ്ങി 21 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം, തന്ത്രിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലോ വീടുകളിലോ ഇതുവരെ പരിശോധനയ്ക്ക് ഇ ഡി എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കോടതിയുടെ ഒരു ഇടക്കാല വിധി പ്രസ്താവം വന്നത്. അതായത് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകും എന്ന തരത്തിലേക്ക് ആ വിധിയിൽ തന്നെ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, സ്വർണം മാറി അതിന് പകരം മറ്റേതോ ലോഹം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ് ചെമ്പ് പാളികളിൽ പൂശിയിരിക്കുന്നതെന്നും സ്വർണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടുവെന്നും ഹൈക്കോടതി തന്നെ അതിൽ നിരീക്ഷണം നടത്തിയിരുന്നു. ഒപ്പം ചില ആളുകളിലേക്ക് വീണ്ടും അന്വേഷണം പോകുമെന്നും സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവരുടെ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കണമെന്നും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നുമൊക്കെ തന്നെ കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ ഇ ഡി ഒരു വലിയ തരത്തിലുള്ള പരിശോധനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന് തന്നെയാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഇ ഡി വിവരങ്ങളെല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇ ഡിക്ക് വിവരങ്ങൾ നൽകുന്നതിനോടുള്ള വിയോജിപ്പുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതിയിൽ ഇടപെടൽ ഉണ്ടായി. സമാന്തര അന്വേഷണം നടത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇതിനകത്ത് അഴിമതി നിരോധന നിയമം അനുസരിച്ചാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. അതുകൂടി ആ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോഴേക്കും കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിയായ ഇ ഡിക്ക് മാത്രമാണ് അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇ ഡി വളരെ വേഗത്തിൽ ഈ അന്വേഷണത്തിലേക്ക് കടന്നെത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇ ഡി അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇവരുടെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാക്കിയിരുന്നു. ഇവരുടെ സ്വത്തുവകകളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഒരു രഹസ്യ സ്വഭാവമുള്ള അന്വേഷണം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇ ഡി ഇപ്പോൾ ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നോ നാളെയോ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. നേരത്തെ SIT പ്രതി ചേർത്ത എല്ലാവരെയും ഇ ഡിയുടെ കേസിലും പ്രതി ചേർത്തിട്ടുണ്ട്. പ്രതി ചേർത്തെങ്കിലും അന്വേഷണ സംഘം ഈ ആളുകളെ, അല്ലെങ്കിൽ ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളെ ചോദ്യം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. കാരണം അറസ്റ്റ് രേഖപ്പെടുത്താത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 6 മാസം വരെ നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഇ ഡി അത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു
നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട് വിദേശ ബന്ധം ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഒപ്പം ഗോവർദ്ധൻ ഈ രണ്ട് ആളുകളും ഇവർ രണ്ടുപേരും കേരളത്തിന് പുറത്തുള്ളവരാണ്. ഗോവർദ്ധൻ ശബരിമലയ്ക്ക് വേണ്ടി വലിയ തരത്തിൽ ഫണ്ട് അല്ലെങ്കിൽ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പൈസ നൽകിയിട്ടുള്ള ആളാണ് ഗോവർദ്ധൻ. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ ചെമ്പിൽ പാളികളിൽ സ്വർണം പൂശുകയും അത് പിന്നീട് വേർതിരിക്കുകയും പിന്നീട് സ്വർണം പൂശുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആളുകളെയും കേന്ദ്രീകരിച്ചാണ് വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ ഈ പ്രതി ചേർക്കപ്പെട്ട 11 ആളുകളുടെ 13ലധികം പേരുടെയും വീടുകളിൽ മാത്രമല്ല റെയ്ഡ്, അവരുടെ ഓഫീസ് രേഖകളിൽ അവരുടെ വസ്തുവകകൾ, അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്ന് വേണമെങ്കിൽ വ്യക്തമായി പറയാൻ കഴിയും. ഇതേക്കുറിച്ചൊക്കെ ഉള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ ഡിക്ക് വേണ്ടത് ഇവർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ എല്ലാവരുടെയും വീടുകളിലേക്ക് പരിശോധന എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം SITയും സമാന്തരമായ ഒരു പരിശോധന ശബരിമല സന്നിധാനത്ത് നടത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു ഈ സ്വർണത്തിൽ ഇപ്പോഴും വലിയ തരത്തിലുള്ള സംശയം ഉണ്ട്. സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ ഗുണനിലവാരം കുറഞ്ഞ സ്വർണം ഉപയോഗിച്ചാണ് ചെമ്പുപാളികളിൽ പൂശിയിരിക്കുന്നത് എന്നാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ SIT സംഘം അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും മല കയറിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആ സംഘം ശബരിമല സന്നിധാനത്തെത്തി. ഇന്ന് കട്ടളപ്പാളികളുടെയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുടേത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ദ്വാരപാലക ശില്പങ്ങൾ, അതായത് കൊടിമരത്തിൻ്റെ താഴ്വശത്തായിട്ട് സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളെ എടുക്കുക, അവ ഇപ്പോഴും ശബരിമലയിലെ സ്ട്രോങ് റൂമിലുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുക. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ SIT കടക്കും ഉറപ്പാണ്. അതേസമയം ഇ ഡി എപ്പോഴേക്കും ശബരിമലയിലെത്തി അവരുടേതായ തരത്തിലുള്ള അന്വേഷണം നടത്തുമെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം നിലവിൽ ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ശബരിമലയുടെ പേരിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക. അത്തരത്തിൽ ഉള്ള രേഖകൾ അവർ സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിരുന്നത് പുരാവസ്തു കള്ളക്കടത്തുമായി അല്ലെങ്കിൽ കള്ളക്കടത്തുകാരുമായി ഈ സംഘത്തിന് ബന്ധമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ട ബാധ്യത പ്രത്യേക സംഘത്തിനും ഒപ്പം തന്നെ ഇ ഡിക്കുമുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കോടതി മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞത് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമായിരുന്നു. അതുകൂടി അന്വേഷിക്കണമെന്നാണ്. അപ്പോൾ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് സംഭാവനകൾ സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്കും വരും. ഒരു പക്ഷേ ഇവരുടെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ളവ ഇ ഡി തന്നെ ഇന്ന് കണ്ടെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായില്ല. ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്ന കാര്യത്തിലേക്കും ഇ ഡി കടക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ഡി ഒരു വലിയ തരത്തിലുള്ള സമാന്തര അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിലവിലെ സാഹചര്യത്തിൽ ഇ ഡി ഇത്രയധികം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന കേരളത്തിൽ ഈ സമീപകാലത്തെങ്ങും നടന്നിട്ടില്ല. പ്രത്യേകിച്ചും ഇന്നലെ ആയിരുന്നു, വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ഇന്നത്തെ അന്വേഷണത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. അതിനുശേഷമാണ് ബംഗളൂരുവിലെയും ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി 21 സംഘങ്ങളായി തിരിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ ഇവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അവിടെ തങ്ങിയതിനു ശേഷം വെളുപ്പിന് അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇ ഡിയുടെ റെയ്ഡ് ഇപ്പോൾ പ്രതികളുടെ വീടുകളിൽ നടക്കുകയാണ്. അതേസമയം തന്നെ സന്നിധാനത്തെ പരിശോധനയും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പരമാവധി രേഖകളാണ് ഇരുകൂട്ടരും ശേഖരിക്കുന്നത്. ഈ ഒരു റെയ്ഡിന് ശേഷവും ഈ SITയുടെ അന്വേഷണത്തിന് ശേഷവും എന്തായിരിക്കും അടുത്ത നടപടി?
SITയുടെ അന്വേഷണം ഇപ്പോൾ ശബരിമല കൊടിമരവുമായി ബന്ധപ്പെട്ടോ മറ്റു തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ടോ? ഒപ്പം ഈ സ്വർണ്ണപ്പാളികൾ 1999 ശബരിമലയിൽ വിജയ് മല്യ ഈ സ്വർണം പൊതിഞ്ഞത്. അതായത് ഈ മേൽക്കൂരയും ശബരിമല ശ്രീകോവിലും അതൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ തന്നെ സ്വർണം പൊതിഞ്ഞത് 1999 അതിനുശേഷം ഇത് സ്വിറ്റ്സർലൻഡിൽ നിന്നും കൊണ്ടുവന്ന സ്വർണം ശബരിമല സന്നിധാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ വളരെ സംരക്ഷിതമായ മുറികളിൽ വെച്ചായിരുന്നു ആ സ്വർണം പതിക്കുന്ന ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം ഈ സ്വർണ്ണപ്പാളികളിൽ പൂശിയിരുന്ന യഥാർത്ഥ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ. അതായത് ഇപ്പോഴുള്ള സ്വർണത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം കുറഞ്ഞതാണ്, മേന്മ കുറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ മേന്മ കുറയാൻ ഇടയായ സാഹചര്യം എങ്ങനെയാണ്? യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മറ്റേതെങ്കിലും സ്ഥലത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തണം. ഇത്തരത്തിൽ ഒരു അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. മാത്രവുമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തോട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇനി 5 പേരിലേക്ക് കൂടി അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിൽ മുൻ പ്രസിഡന്റ്, അതായത് 2024-2025 സമയത്ത് ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ സമയങ്ങളിൽ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ വ്യാപ്തി വലുതാക്കും. നിലവിലെ സാഹചര്യത്തിൽ SITയുടെ കണ്ടെത്തലുകളോട് പരിപൂർണമായ സംതൃപ്തിയാണ് ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2024-2025 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തിരിതി കൊളുത്തിക്കൊണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ, അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ്, അദ്ദേഹം ഒരു പരാതി ഹൈക്കോടതിക്ക് നൽകുന്നത്. തുടർന്ന് ഹൈക്കോടതി പറഞ്ഞ നിർദ്ദേശമനുസരിച്ചാണ് ദേവസ്വം വിജിലൻസ് വ്യാപകമായ ഒരു അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ ഒരു കൊള്ളയിൽ വരെ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള അന്വേഷണം SIT നടത്തും. തൊട്ടു പിന്നാലെ അന്വേഷണം കൃത്യമായും ഈ മറ്റ് ആളുകളിലേക്ക് നീങ്ങുന്നുണ്ട്. EDയെ സംബന്ധിച്ചിടത്തോളം EDക്ക് കണ്ടെത്തേണ്ടത് വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ എവിടെയൊക്കെയാണ് നടന്നത്, ആ ക്രമക്കേടുകൾ കണ്ടെത്തുക, അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് EDയുടെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് ED ഒരു സ്ഥലത്ത് മാത്രമല്ല അവരുടെ നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ പരിശോധന നടത്തുന്നത്. 21 ഇടങ്ങളിലാണ് ആ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ EDയുടെ പരിശോധന ഒരു പക്ഷേ കരുവന്നൂർ ബാങ്കിലെ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നതുപോലെ തന്നെ ഏറെ നാൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 6 മാസം കൊണ്ടൊന്നും അവസാനിക്കത്തില്ല, വളരെ നാൾ നീണ്ടുപോകും. അങ്ങനെയായിരിക്കും EDയുടെ ആ പോക്ക്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ED കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളുടെ വീട്ടിൽ EDയുടെ പരിശോധന നടക്കുകയാണ്. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, N വാസു, മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരുടെ വീടുകളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് DB നോയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തും. സ്വർണ്ണപ്പാളികളിലെ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ വാതിൽ സ്പോൺസർ ചെയ്തപ്പോൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയ പഴയ വാതിൽ